നമ്മളിൽ അധിക പേരും വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് വെക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവർ വെക്കുന്ന സ്റ്റാറ്റസുകൾ കാണുന്നവരുമാണ്. സ്ഥിരമായിട്ട് ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ ഒന്നും തന്നെ ലഭിക്കാറില്ല. എന്നാൽ നല്ല തരത്തിലുള്ള സ്റ്റാറ്റസുകൾ നമുക്ക് സ്വന്തമായി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനുള്ള സെറ്റിങ്സ് വാട്സപ്പിനകത്ത് തന്നെ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് വെക്കാനുള്ള ഈ ഒരു അപ്ഡേറ്റ് എന്നതിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗാലറി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ മുകളിലായിക്കൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ടെക്സ്റ്റ്, മ്യൂസിക്, ലേഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിനടുത്തായിക്കൊണ്ട് തന്നെ നമുക്ക് വോയിസ് എന്നതിന് തൊട്ടടുത്തായിക്കൊണ്ട് നമുക്ക് AI ഇമേജ് എന്ന് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. നമുക്കിവിടെ AI ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇമേജുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഏത് തരത്തിലുള്ള ഇമേജാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഇമേജുകളാണ് വേണ്ടത് എന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പേരറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ആരോയിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമുക്കത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സമയമാണ്. കണ്ടില്ലേ, നല്ല തരത്തിലുള്ള റിസൾട്ട്. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള നല്ല തരത്തിലുള്ള ഒരു ഇമേജ് നമുക്കിവിടെ ഒരു പാരറ്റിൻ്റെ ഫോട്ടോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, വ്യത്യസ്ത തരത്തിലുള്ള ഇമേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇമേജുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് വല്ല ചേഞ്ചും വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജിനെ അനിമേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സാധിക്കും. നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് മേക്ക് ചേഞ്ചസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അനിമേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇവിടെ താഴെ ആയിക്കൊണ്ട് അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ അനിമേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് തന്നെ അനിമേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ചലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അനിമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ഇമേജ് നമുക്ക് അനിമേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നമുക്ക് ഏത് ഫോട്ടോയും ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാനും ഇതുപോലെ നമുക്ക് അനിമേറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ചലിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.